ബൈക്ക് ഗട്ടറി വീണോണ്ട് പെട്ടെന്ന് സ്കിഡ് ചെയ്തു. നിങ്ങളുടെ മുഖത്ത് കണ്ണില്ലേ? ആള് വരുന്നത് കണ്ടൂടെ? മാഡം, നിങ്ങൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ഞാൻ കണ്ടില്ല. അയ്യോ, കൈ പൊട്ടിയിട്ടുണ്ടല്ലോ. വണ്ടി മുട്ടി താഴെ വീണാൽ പിന്നെ പൊട്ടില്ലേ? എനിക്കിങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ. ഹോസ്പിറ്റലിൽ മറ്റോ പോണെന്ന് വെച്ചാ വെറുതെ റോഡിലൂടെ പോകുന്ന പെൺകുട്ടികളുടെ ദേഹത്ത് വണ്ടി മുട്ടിക്കുക, അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, നിങ്ങൾക്കതൊക്കെ ഒരു രസമാണല്ലേ? സോറി, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല മാഡം. സോറി, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, എപ്പോഴും എവിടെ എടുത്ത് പ്രയോഗിക്കാൻ. മാഡം, ഹോസ്പിറ്റലില് കൊച്ചു വെളുപ്പാങ്കലത്ത് ഏത് കഴിവറടമാനാ കണി കണ്ടത്? ഡബിൾ ദ കോഴ്സ്. ശരി ഡോക്ടർ. സെയിം ട്രീറ്റ്മെന്റ്. യെസ് ഡോക്ടർ. കൺജക്ടിവൈറ്റിസ്. സെൻഡ് ടു ഐസൊലേഷൻ. ഇന്ന് തന്നെ അയച്ചു. ഡോക്ടറെ, ഒരു സീരിയസ് കേസ് ഉണ്ട്. യു കണ്ടിന്യൂ ദ റൗണ്ട്സ്. ഞാൻ ചെന്ന് നോക്കട്ടെ. യെസ് ഡോക്ടർ. അല്ല, നിങ്ങൾക്ക് ഇതുവരെ ഇവിടുന്ന് പോവാറായില്ലേ? ഇവിടെ എങ്ങനെയാ, അസുഖം കുറവുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിലേതാ പഴുത്തത്? ഇതാ. ഹലോ. എന്താ താമസിച്ചേ? അത് ഡോക്ടർ അന്വേഷിച്ചു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഒരു ദിവസം പോലും കൃത്യസമയത്ത് ജോലിക്ക് വരാൻ ഗീതയ്ക്ക് സാധിക്കില്ല അല്ലേ? ഡോക്ടർ, വരുന്ന വഴിക്ക്. അതെ അതെ, ഓരോ ദിവസവും ഗീതയ്ക്ക് ഓരോ കാരണങ്ങൾ പറയാനുണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റിയും പാലിക്കേണ്ടത് ഹോസ്പിറ്റലിലാണ്. ഗീത അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഡോക്ടർ, ബൈക്ക് വന്നു. ശരി ശരി, എന്തെങ്കിലും മരുന്ന് വയ്ക്കും. എന്താ ഗീത നീ ഇത്ര വൈകിയത്? വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എങ്ങനെ? ഒരുത്തൻ ബൈക്ക് കൊണ്ടൊന്ന് മുട്ടിച്ചതാ. നേരം പോയതുകൊണ്ട് നീ എങ്ങും നോക്കാതെ കണ്ണടച്ച് വെച്ച് പിടിച്ചിട്ട്? അല്ലല്ലേ, ഇന്ന് കൃത്യസമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇപ്പൊ ചില പൂവാലന്മാർ ഇറങ്ങിയിട്ടുണ്ട് പെമ്പിള്ളേരുടെ ദേഹത്ത് ബൈക്ക് സൈക്കിൾ മുട്ടിക്കാൻ. എന്ത് പറ്റി ചാക്കുണ്ണി? ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. കൈയില്ല, കാലില്ല, കണ്ണില്ല, തലയില്ല, മൂക്കില്ല, ചെവിയില്ല, ദേ ഒന്നുമില്ല. പോയി. അയ്യോ, അത് സീരിയസ് കേസാണല്ലോ. ഇതെന്തുട്ടത്? നോബഡി നത്തിങ്. ഇതെന്തുട്ട പറ്റിയ പരിപാടി? ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. പരിപാടി ഇത് പണ്ടാരണ്ട് പറഞ്ഞ പോലെയാണല്ലോ. മകളുടെ പ്രസവം എടുക്കാൻ പോയ അമ്മായിമ്മ ഇരട്ട പറ്റുന്നു. ദേ നേഴ്സിന് എന്നെ ആക്സിഡന്റ്. കുറുന്തോട്ടിക്ക് വാരോ? അൺസൈക്കബിൾ. സോറി, ഞാൻ പോട്ടെ. ടൈം ഈസ് ഓവർ. ഡോക്ടർ രാമേന്ദ്രൻ ഈസ് വെയിറ്റിംഗ് ഫോർ ഐ. എന്നെ കണ്ടില്ലെങ്കിൽ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ നോബഡി നത്തിങ്ങിനി. അങ്ങനെ പോവല്ലേ എവരിബഡി? ഒരു കാര്യം ചോദിക്കട്ടെ? നോ നോ നോ, ഡോക്ടർ മൈ പേഴ്സണാലിറ്റി ഇസ് വാണ്ടഡ്. ഐ ആം ഗോയിങ് ടു ദർ. ഇസ് ഓക്കെ. ചേച്ചി, ഇന്ന് വന്നേ. എന്താ രാധേ, ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് വന്നേ. എന്താ ചേച്ചി? ഇന്നലെ രാത്രി തമ്പിയേട്ടൻ ആരോടോ തല്ലുകൂടിയിട്ട് പോലീസുകാർ പിടിച്ചോണ്ട് പോയി. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോ ദാമോദരൻ മാഷ് പറഞ്ഞതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ ചേച്ചി? പോലീസുകാര് ചേട്ടൻ തല്ലുവോ? നീ സ്കൂളിലേക്ക് വെക്കും, അമ്മയെ അറിയിക്കണ്ട. ചെല്ല്. എന്തിനാ ഗീത രാധ വന്നത്? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് അമ്പി. എന്താ? തമ്പിയേട്ടൻ ഇന്നലെ ആരോട് വഴക്കുണ്ടാക്കിയതിന് പോലീസ് പിടിച്ചോണ്ട് പോയി. നിന്റെ ചേട്ടന്റെ കൂട്ടുകെട്ടാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ എന്താ ചെയ്യാ? ആരോടാ പോയി പറയാ? നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു നോക്ക്. അല്ലേ വേണ്ട, ഡോക്ടറോടൊന്ന് ചെന്ന് പറ. ഡോക്ടറേക്കാകുമ്പോ പോലീസ് സ്റ്റേഷൻ പിടിപാടുണ്ടാതിരിക്കില്ലല്ലോ. ഞാൻ എങ്ങനെയാ ഡോക്ടറോട് എന്ന് പറയാ? ഇന്ന് രാവിലെ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ കാര്യം നടക്കണമെങ്കിൽ നീ പോയി ഡോക്ടറോട് പറ. സോറി, പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലും കാലുകുത്താനുള്ള ഗതികേട് എനിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഡോക്ടർ അങ്ങനെ പറയരുത്. എനിക്ക് ചില പോളിസികളൊക്കെ ഉണ്ട്.
നിങ്ങളുടെ മകന്റെ സ്ഥാനത്ത് എന്റെ മകൻ വിനോദാണെങ്കിൽ പോലും ഞാൻ ഈ നിലപാടെ സ്വീകരിക്കും. റെക്കമെൻഡേഷനും ഇൻഫ്ലുവൻസും ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഐ എം സോറി. എന്നാ ഞങ്ങൾ വരട്ടെ. ശരി. ഈ വാച്ച് ഫോറിന് നിന്റെ സ്കൂളുകൾ കഴിഞ്ഞിട്ടാ എന്തുട്ടാ പറ്റിയ സിസ്റ്ററെ? ഒന്നുമില്ല. നോബടി നത്തിങ്ങനെ. പിന്നെന്താ മുഖത്തൊരു ഫീലിംഗ് ഡിഫോൾട്ട്? ഡോക്ടർ എന്തു പറഞ്ഞു? ഓ, അത് നടക്കില്ല അമ്പി. ഇനി ഒരു വഴിയേ ഉള്ളൂ. നീ ആ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചെന്ന് പറഞ്ഞു നോക്ക്. എടോ, നോബടി എവരിബഡി. തന്റെ ചേട്ടൻ അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ അല്ലേ? താൻ പറഞ്ഞ എന്തെങ്കിലും നടക്കുവോ? അവനൊരു ചേട്ടനായിട്ട് എന്താ കാര്യം? നോബടി നത്തിങ്ങാണെന്ന്. ഈ ചേട്ടൻ എന്ന് പറഞ്ഞ സാധാരണ ബ്ലഡ് റിലേഷൻ ഒന്നല്ല, ബിഗ് റിമൂട്ടറാണ്. ഇരട്ട പറ്റാണെന്ന്. ട്വീൻസ്, അതായത് ഡബിൾ റോള്. എന്തുട്ടാ മനസ്സിലായേ? ഒന്നും മനസ്സിലായിണ്ടാവില്ല. അമ്മ ഒരേ പേരിട്ടു, മാത്തുണ്ണി ചാക്കുണ്ണി. അവൻ ചീക്കുഞ്ഞിന്. പെണ്ണ് കെട്ടിയപ്പോ പോയില്ലേ സിസ്റ്ററെ? അവൻ അമ്മയും വേണ്ട എന്നെയും വേണ്ടെന്ന്. ഞാനിപ്പോ അവന്റെ അടുത്ത് ചെല്ലണം, എന്നിട്ട് ഞാൻ അവന്റെ കാല് പിടിക്കണമെന്ന്. എന്റെ പട്ടി പോവും, പട്ടി. അവന്റെ അമ്മയുടെ പോലീസ്. ഒരു പോലീസ് എന്ന് പറഞ്ഞാണ്ടല്ലോ, സാധാരണ അറ്റൻഡറുടെ വില പോലില്ലാന്ന്. നോബടി നത്തിങ്ങണെന്ന്. എന്തുട്ടാ മനസ്സിലാക്കിയേ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞങ്ങള് തമ്മിലിപ്പോ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇപ്പോ 30-35 വർഷമായി ഉണ്ടാവും. 35 years. അവന്റെ അടുത്തൊരു റെക്കമെൻഡേഷൻ പോണത് ഒഴിച്ചിട്ട് ബാക്കി ഞാൻ ഏത് സിമിത്തേരിലേക്ക് വേണമെങ്കിൽ പോവാ. എവിടേക്ക് പോയത്? ആള് കിടന്നിടത്ത് കൂടെയും കൂടിയില്ലല്ലോ. എല്ലാം ഗോയിങ്ങോണ. ആരാ? മനസ്സിലായില്ലല്ലോ. മരിച്ചുപോയ ഗോവിന്ദമേനോന്റെ മകളാണ് ഞാൻ. ഗുമസ്തൻ ഗോവിന്ദന്റെ മകളോ? അതെ. ആ, എന്നിട്ട് എന്താ വിശേഷിച്ച്? ഇന്നലെ രാത്രി എന്റെ ചേട്ടനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. ചേടാ, എന്തൊരു കാലമാണിത്. വെറുതെ നടക്കുന്ന മനുഷ്യരെയൊക്കെ പോലീസ് പിടിച്ചോണ്ട് പോവുക. കൊള്ളാം കൊള്ളാം. അടിയുണ്ടാക്കിയതിനാ പിടിച്ചോണ്ട് പോയത്. അടിയുണ്ടാക്കിയ പിന്നെ പോലീസ് പിടിച്ചോണ്ട് പോകാതിരിക്കുവോ? സമാധാനപാരകരല്ലേ അവര്? സാർ എങ്ങനെയെങ്കിലും എന്റെ ചേട്ടനെ സ്റ്റേഷനിൽ നിന്ന് വിടുവിക്കണം. എന്താ അതിന്റെ ചേട്ടന് ജോലി? ജോലിയൊന്നുമില്ല. അപ്പോ തൊഴിൽരഹിതൻ അല്ലേ? നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപമാണിത്. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അവൻ കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ. അവിടെ അവൻ സമയാസമയം ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. നമ്മുടെ ഈ പഞ്ചായത്ത് തന്നെ എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ നടക്കുന്നു. അതേക്കുറിച്ച് നമ്മുടെ സർക്കാരിന് വല്ല ചിന്തയുണ്ടോ? തൊഴിലില്ലാത്തവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്ത് ലെവലിൽ ആലോചിക്കുന്നുണ്ട്. ഒരു 5 കൊല്ലത്തിന് അതിന്റെ കരട് രേഖ പൂർത്തിയാകും. നീ അവനോടൊരു ആപ്ലിക്കേഷൻ ചോദിച്ചോളാൻ പറ. സാർ, ഞാൻ വന്നത് നിന്റെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനീ പറയുന്നത്. അവൻ അവിടെ കിടക്കട്ടെ. അവന്റെ തല്ലിപ്പൊളി സ്വഭാവത്തിന് ഒരു മാറ്റവും വരും. മോളിയല്ലേ? ചെല്ല്. ഏതായി പെൺകുട്ടി? ആ ചത്തുപോയ ഗോവിന്ദമേനോന്റെ മോളാ. അവിടെ ആങ്ങളെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. അതിന് ഞാൻ ചെന്ന് ഇറക്കിക്കൊണ്ട് പോരണോന്ന്. അവരൊക്കെ കൂടെ അല്ലേ നിങ്ങളെ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്തത്? ഓ, 5 കൊല്ലം കൂടുമ്പോൾ ഒരു വോട്ട് വരും. അതിന് നാട്ടിലുള്ള തെമ്മാടികളൊക്കെ രക്ഷിച്ചോളാന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എടാ, മാനം മര്യാദ ജീവിച്ചില്ല, അടിച്ചു നിന്റെ ബോണറ്റ് ചെയ്യാൻ എടുത്തുകളി. മനസ്സിലായോ? എനിക്ക് തരാൻ ഒളിഞ്ഞെടുത്തു. എന്താ കാര്യം? എന്റെ ചേട്ടൻ ഇവിടെ. ചേട്ടൻ എന്ന് പറഞ്ഞ കോൺസ്റ്റബിളോ അതോ ഹെഡ് കോൺസ്റ്റബിളോ റൈറ്ററോ? ഏതാ തത്തിയ? ചേട്ടനെ ഇന്നലെ ഒരടിപിടി കേസ് ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആഹാ, അവനോ? ആവാ. ഹലോ, SI ഔട്ട് ഓഫ് സ്റ്റേഷന്. SI ഔട്ട് ഓഫ് സ്റ്റേഷന്. മാസം 6 ആയെന്നാ? ചിലപ്പോ മാസം 6 അല്ല, ചിലപ്പോ 6 കൊല്ലായെന്ന് വരും. നമുക്ക് അല്പം കാശ് ഒത്തു തന്നെ. അതെ, ഹലോ, ഞങ്ങളിവിടെ പറഞ്ഞാട്ടോ. ആ, അതെ, മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ കാറ് വിളിക്കാനേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളോ. അതെ, എന്താന്ന്? അത് തിരുവനന്തപുരത്ത് പാസ്സായി വന്നോളും. തിരുവനന്തപുരത്ത് പാസ്സായി വന്നോളും. സമയം എടുക്കുമെന്നോ? എപ്പോ കിട്ടുമെന്നോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ കിട്ടില്ല എന്ന് വരും. അതിനിപ്പം തൊട്ടാ പറ്റിയേ? ഇനി മേല കാശെന്നും പറഞ്ഞ് ഇങ്ങടങ്ങ ഫോൺ വിളിച്ചാണ്ടല്ലോ, അട്ടിച്ച് നിന്റെ ബോണറ്റ് ഇളക്കും. കാറിന്റെ അല്ല, നിന്റെ ബോണറ്റ് ഇളക്കൊന്ന്. നീ ആരും കാര്യം മനസ്സിലായിണ്ടോ? എന്താ ആ ടൂറിസ്റ്റുകാരല്ലേ? ആ KL 455
അത് തന്നെ. ഇന്നാള് മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ നമ്മൾ കാറ് വിളിച്ചില്ലേ, അതിന്റെ കാശ് കൊടുക്കാൻ. പിന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, അതിന്റെയും കാശ് കൊടുക്കാൻ. അതൊക്കെ അപ്പഴേ തീർന്നില്ലേ? ആ താൻ എന്തുട്ടാ വിളിച്ചേ? പുറത്തൊരു വനിതാ രത്നം വന്നു ഉൾപ്പെട്ട. ആരണ്ടാ രത്നമ്മ? മഹിളാ രത്നം. കാണാനില്ലല്ലോ. എവിടെയുണ്ടോ തന്റെ രത്നമ്മ? ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ആ വാ. എന്താണാവോ വിശേഷം? എന്റെ ചേട്ടനെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തുട്ടാ ചേട്ടങ്ക നല്ല പേര്? തമ്പി. തമ്പി. ആ പിടിച്ചോണ്ട് വന്നുണ്ട്. അതിനിപ്പോ എന്തു വേണാവോ? സാർ രക്ഷിക്കണം. അതെ, രക്ഷിക്കുക ശിക്ഷിക്കുക എന്നൊക്കെ പറയണത് ഞങ്ങളുടെ ജോലിയല്ല. പിടിക്കുക, ഇവിടെ കൊണ്ടുവന്ന് ഇടുക, പിന്നെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് SI സാറിന്റെ കടമേനി. ക്രാവിന് എന്തുട്ടാ വേണമെച്ചാല് SIയോടാ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. ആശാൻ ഈ പെങ്കൊച്ചിനെ കണ്ടിട്ട് എന്താ ഇത്ര ഒരു അലിവ്? ദേ മോന്ത കുറ്റിക്ക് ഒറ്റ പൂശെന്നാണ്ടല്ലോ. ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലോ. വ്യാകുല മാതാവിന്റെ മുഖമാണ് ഈ കുട്ടിക്ക്. മാതാവിന്റെ മുഖം കണ്ടാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ മാതാവേ, ഞാൻ ആകെ അപ്സെറ്റ് ആവട്ടോ. വാ കൊച്ചേ, നിനക്ക് നിന്റെ ചേട്ടനെ കണ്ടേ? ഒരു പ്രശ്നമല്ല കേട്ടോ, വന്നോളൂ. ഒരു പ്രശ്നമില്ല, വന്നോളൂ. ഇത് പോലീസ് സ്റ്റേഷന്. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. വരാൻ പറയൂ. കംപ്ലൈന്റ് വല്ലതും കൊണ്ടുവന്നാണോ? അല്ല. ഞാൻ വിചാരിച്ചു ആ ബൈക്കുകാരന്റെ പേരിൽ വല്ല കംപ്ലൈന്റ് എഴുതി കൊണ്ടുവന്നാണെന്ന്. ക്ഷമിക്കണം സർ, ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. അതിന് തെറ്റ് ചെയ്തത് ഞാനല്ലേ? ആ സമയത്ത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ. പറഞ്ഞോളൂ. എന്റെ ചേട്ടനെ ഇന്നലെ പോലീസ് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്താ പേര്? ഗീത. ചേട്ടന്റെ പേര്? തമ്പി. ആ തമ്പിയെ വിളിച്ചോണ്ട് വരൂ. തന്നെ ഇൻസ്പെക്ടർമാരെ വിളിക്കുന്നു. ചേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുത്ത് വിട്ടയക്കണം. സുഖമില്ലാതെ കിടക്കുന്ന അമ്മയും ഒരു അനിയത്തെയും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. തമ്പി മദ്യപിച്ച് അടിയുണ്ടാക്കിയതിനാണ് കസ്റ്റഡിയിലെടുത്തത്. എന്നാലും സാറ് വിചാരിച്ചാൽ. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിക്കാൻ പാടില്ല. സാർ, എടോ, തനിക്ക് എത്ര വയസ്സായി? 30 വയസ്സ്. ഒരു മനുഷ്യന്റെ പകുതി ആയുസ് താൻ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനിടയിൽ കുടുംബത്തിന് വേണ്ടിയോ ഈ നാടിന് വേണ്ടിയോ അറ്റ്ലീസ്റ്റ് തനിക്ക് വേണ്ടിയെങ്കിലും താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹലോ, ആണുങ്ങളായാൽ തല കുനിച്ചല്ല നിൽക്കേണ്ടത്, തല നിവർത്തി നിൽക്കണം. മനസ്സിലായോ? ഗീത പോയിക്കോളൂ. സർ, ചേട്ടനെ. കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നിങ്ങൾക്ക് പോവാം. ഈ തണ്ടും തടിയും വലിയ മീശയൊക്കെ വെച്ചുകൊണ്ട് ആണാണെന്ന് പറഞ്ഞു നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആണുങ്ങളെ രക്ഷിക്കാൻ വീട്ടിലെ പെണ്ണുങ്ങൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങാന്ന് വെച്ചാൽ അത് അന്തസ്സുള്ള പുരുഷന്മാർക്ക് ചേർന്നതല്ല. തമ്പിയേട്ടൻ വരുന്നുണ്ട്. നീ ചേട്ടനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, അമ്മ കേൾക്കും. അവരെപ്പോഴാ ചേട്ടന് വിട്ടത്? കുറെ നേരത്തെ. ചേട്ടൻ അവര് വല്ലതും ചെയ്തോ? ഇല്ല. ആ ഇൻസ്പെക്ടർ ഞാൻ വിചാരിച്ചതുപോലെ അല്ല. ആള് നല്ലവനാ, എന്നെ കുറെ ഉപദേശിച്ചു. ഇനിയെങ്കിലും ആരോടും വഴക്കിനും ബഹളത്തിനും പോരുത്. അമ്മ ഇതൊക്കെ അറിഞ്ഞാൽ. ഞാൻ ആരോടും വഴക്കിനും വയ്യാവലിക്കൊന്നും പോയില്ല. മെക്കിട്ട് കയറാമെന്ന കൈയും കെട്ടി നോക്കി വെക്കണം.
കരയാതെ എന്റെ പൊന്നുമോള് കിടന്നുറങ്ങ. മോള് കരയാതെ നേരം എടുക്കുമ്പോ അമ്മ മോക്ക് വെള്ളയപ്പം പഴം വാങ്ങിച്ചരാം. എനിക്കിപ്പോ കഞ്ഞി വേണം. ഇന്നൊന്നും വെച്ചില്ലേടി? എന്താ ഒന്ന് വയ്ക്കാഞ്ഞേ? നിന്റെ നാവിറങ്ങിപ്പോയോ? ചോദിച്ചു കേട്ടില്ലേ? അരി വയ്ക്കാൻ പൈസ വല്ലതും കൊടുത്തിട്ടാണോ നിങ്ങൾ പോയത്? 2 ദിവസമായി മോൾ അരി ഭക്ഷണം കഴിച്ചിട്ട്. വായ്പ വാങ്ങാൻ ഇനി ഒരിടവുമില്ല. വീട്ടിലുള്ളവർ എന്തെങ്കിലും കഴിച്ചെന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? രാത്രിയാകുമ്പോ മൂക്കറ്റം കുടിച്ചോണ്ട് വരും. ഞാൻ കുടിക്കൂടി. നിന്റെ തന്ത ഉണ്ടാക്കിയ കാശ് കൊണ്ടല്ല ഞാൻ കുടിച്ചത്. എന്നെ ഉപദേശിക്കാൻ വന്നാണല്ലോ അടിച്ചു നിന്റെ തല്ലിക്കൊല്ല്. അല്ലെങ്കിൽ എനിക്ക് മോൾക്ക് എന്തെങ്കിലും വിഷം വാങ്ങിച്ചാ ഞങ്ങളുടെ ശല്യം തീരുമല്ലോ. ഒരു തൊഴിൽ വെച്ചെന്നാണല്ലോ അവളുടെ അമ്മയുടെ ഒരു കള്ളക്കരച്ചില്. മോള് കരയാതെ വാ, നമുക്കിടന്ന് ഉറങ്ങാം.